ഏറ്റവും നല്ല സമ്മാനം നൽകാൻ ഈശോ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ആ രാത്രിയിൽ ഏറ്റവും മോശപ്പെട്ടവനായി മാറാൻ യൂദാസ് തയ്യാറെടുക്കുകയാണ്. 2 സാധ്യതകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപിലുണ്ട്. നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് രൂപാന്തരപ്പെടാനോ അല്ലെങ്കിൽ നല്ലതിൽ നിന്ന് ഏറ്റവും മോശമായതിലേക്ക് അധപതിക്കാനോ ഉള്ള ആ 2 സാധ്യതകൾ. നിങ്ങൾക്കൊന്നുകിൽ ഒരു ദിവ്യകാരുണ്യമായി മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രൈറ്ററായി, ഒരു വഞ്ചകനായി, ഒരു ഒറ്റുകാരനായി മാറാം. നമുക്ക് ഏറ്റവും നല്ലതിലേക്കുള്ള യാത്രയ്ക്ക് പരിശുദ്ധ കുർബാന എന്ന ഈ യാത്രാഭക്ഷണം നമ്മെ സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈശോ തനിക്ക് മടങ്ങിപ്പോവാനുള്ള സമയമായി എന്ന്, പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ പോകാനുള്ള സമയമായി എന്നറിയുമ്പോൾ അവൻ ശിഷ്യന്മാരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രബോധനമായി യോഹന്നാൻ ഇവിടെ നമ്മോട് സംസാരിക്കുന്നത്. 2 കാര്യങ്ങൾ ദിവ്യകാരുണ്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണം, എന്നാൽ തൻ്റെ